വഴിയിൽ ആക്സിഡന്റ് പറ്റിക്കിടന്ന ശേഖരനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അയാൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ ശേഖരൻ ആരാണെന്ന് അനുമോള് കണ്ടെത്തി. ഓഹോ, അപ്പൊ ഇതിനായിരുന്നില്ലേ നീ എന്നെ കൂടെ വിളിച്ചോണ്ട് വന്നത്? അനു, ആ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമില്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? അല്ലേന്ന്? എന്റെ അമ്മ എന്നെ തള്ളി പറഞ്ഞേക്കാം, പക്ഷേ ഈ കാര്യത്തില് ഞാൻ എന്റെ അമ്മയുടെ ഭാഗത്താ. കാരണം അമ്മയും പറക്കമുറ്റാത്ത മക്കളെയും പെരുവഴിയിൽ ഉപേക്ഷിച്ച് അയാൾ പോയതിന് ഞാൻ സാക്ഷിയാണു. പിന്നീടുള്ള കുറെ കാലം അയാൾ ഉണ്ടാക്കി വെച്ച ബാധ്യതകളുടെ പേരിൽ അമ്മ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും അപമാനവും കണ്ടു നിന്നവനാ ഞാൻ. അതറിയോ നിനക്ക്? ഇന്ന് അമ്മ എന്നോട് കാണിക്കുന്ന അവഗണനയ്ക്ക് എനിക്ക് വേണമെങ്കിൽ അമ്മയുടെ പഴയ ഭർത്താവിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പകരം വീട്ടാം. പക്ഷേ അങ്ങനെ ഒരു പ്രതികാരത്തിന് പോലും ആ മനുഷ്യന് അഭയം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ദിര, അമ്മയും നിന്റെ കൂടപ്പിറപ്പുകളെയും ഇന്ദ്രനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കൊച്ചു പയ്യനാണെങ്കിലും കാര്യപ്രാപ്തി ഉള്ളവനാ ഇന്ദ്രൻ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇവരുടെ സംരക്ഷണയില് എത്ര കാലം നിങ്ങൾ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മരണത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ രക്ഷിച്ചവരാ ഇവര്. എന്നെ നീ കുറ്റപ്പെടുത്തിക്കോ, ഞാനത് അർഹിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പേരിൽ ഇവരെ നീ ശത്രുവായിട്ട് കാണല്ലേ ഇന്ദിര. ഇതുവരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ഇവരൊക്കെ. ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്റെയും കുടുംബത്തിന്റെയും മാനവും സ്വൈര്യവും കെടുത്താതെ നിങ്ങൾ ഇവിടുന്ന് നാട് വിട്ട് പോണം. ഇന്ദിര, അനു മോനെ, നീ ഈ മനുഷ്യനെ രക്ഷിക്കോ ഏറ്റെടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ എന്റെ വീട്ടില് ഇയാളുമായിട്ട് നീ വന്നാ പിന്നെ നിനക്ക് ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. മോനെ ഇന്ദിര, നിനക്ക് ജന്മം നൽകിയ നിന്റെ സ്വന്തം അച്ഛനെ കുറിച്ചാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിക്കണം. ജന്മം നൽകിയോട്ട് മാത്രം ഒരാളും അച്ഛനാവില്ല. ഒരച്ഛൻ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ചില കടമകളുണ്ട്. 18 വർഷം മുമ്പ് കുടുംബം ഉപേക്ഷിച്ചു പോയ ഒരാളെ വീണ്ടും ഏറ്റെടുക്കണമെന്ന് കോടതി പോലും പറയില്ല. ഒരു കോടതിയും പറയില്ല. വേണ്ട മോനെ, എന്നെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നോ കൂടെ നിർത്തണമെന്നൊന്നും ഞാൻ പറയില്ല. ഒന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയൊരു തർക്കത്തിന് നിൽക്കാതെ ഞാൻ തിരിച്ചു പോയിക്കോളാം. അതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാ ബാക്കിയുള്ളവരുടെ കൂടി സ്വസ്ഥത കളയുന്നത്? ഇന്ന് തന്നെ സ്ഥലം വിട്ടാ അത്രയും നല്ലത്. വണ്ടിക്കൂലി വേണമെങ്കിൽ ഞാൻ തന്നേക്കാം. എടാ അത് വേണ്ട, അത്രക്കൊന്നും വേണ്ട തരാം. നിന്റെ തീരുമാനം നീ പറഞ്ഞല്ലോ. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കണം, ഞങ്ങൾക്കറിയാം. അച്ഛാ, ഞാൻ അനുവിനെ കല്യാണം കഴിച്ച അന്ന് മുതല്
ഞാൻ നിങ്ങളെ അച്ഛാന്നാ വിളിച്ചത്. അത് എനിക്ക് ജന്മം നൽകിയോണ്ടല്ല. അത് പക്ഷെ ഒരച്ഛന്റെ വ്യക്തിത്വം മനസ്സിലാക്കിയിട്ട. വ്യക്തിത്വം ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യനെ എനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. ദയവ് ചെയ്ത് എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. ഇന്ദ്രേട്ട, ഇന്ദ്രേട്ട, ഞാനും വരുന്നു. ഇന്ദ്രേട്ട